ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത് ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ചോണൻ ഷോപ്പിയുടെ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു വാദങ്ങളുണ്ടായിരുന്നത്. ഹയർ ചോണൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്തത് ശ്രീകുമാർ അസോസിയേറ്റ്സിലെ ലീഡിംഗ് അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറായിരുന്നു. അതുപോലെ കോമ്പറ്റൻ്റ് അതോറിറ്റിയെ അഥവാ സർക്കാരിനെ റെപ്രസെൻറ്റ് ചെയ്ത് അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ നാം കഴിഞ്ഞ സെഷനിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമ്പറ്റൻ്റ് അതോറിറ്റി കൊടുത്ത അല്ലെങ്കിൽ സർക്കാർ കൊടുത്തിരുന്ന പെറ്റീഷൻ അല്ലെങ്കിൽ കേസ് നമ്പർ 104359 അതിൽ റെസ്പോണ്ടൻറ്റ് സെക്ഷനിൽ ഹയർ ചോണൻ ഷോപ്പിയും കൂടി കക്ഷി ചേർക്കണം എന്നുള്ളൊരു പ്ലീ അല്ലെങ്കിൽ പ്രെയർ കോമ്പറ്റൻ്റ് അതോറിറ്റി മുൻപോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 2-3 സിറ്റിംഗ് ആയിട്ട് അത് നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഹയർ ചോണൻ ഷോപ്പി അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൗണ്ടർ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ അതുമായിട്ടുള്ള തുടർവാദങ്ങളായിരുന്നു ഇന്നത്തെ കോർട്ട് സെഷനിൽ നടന്നത്. അപ്പോൾ ഹയർ ചോണൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്ത് മാർട്ടിൻ പി ജോസർ ഇന്ന് അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ബഡ്സ് ആക്ട് 2019 പ്രകാരം, ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ നടക്കുന്ന ബഡ്സ് ആക്ട് പ്രകാരമുള്ളതാണല്ലോ, ബഡ്സ് ആക്ട് 2019 പ്രകാരമുള്ളത് ഒരു സെക്ഷനിലും അല്ലെങ്കിൽ ഒരു സബ് ക്ലോസിൽ പോലും ഇംപ്ലീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കക്ഷി ചേർക്കൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നിയമത്തിൽ പറയാത്ത കാര്യത്തിനെക്കുറിച്ചാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബഡ്സ് ആക്ട് 2019 ഇംപ്ലീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കക്ഷി ചേരൽ അതുമായിട്ട് ഒരു റിലവൻസും ഇല്ല. ഈ ബഡ്സ് ആക്ട് 2019 വായിച്ചിട്ടുള്ളവർക്കും ഈ പറയുന്ന കാര്യം ക്ലിയർ ആകും. കാരണം ബഡ്സ് ആക്ടിൻ്റെ ഒരു സെക്ഷനിൽ പോലും ഇംപ്ലീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കക്ഷി ചേരലിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അപ്പോൾ ആ കാര്യം തന്നെയാണ് അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസർ ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ജസ്റ്റിസിന് മുമ്പാകെ ബോധിപ്പിച്ചത്. അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അവരുടെ വാദങ്ങളും ഉന്നയിച്ചു. അപ്പോൾ ഒരു നല്ലൊരു വാദം തന്നെയാണ്. കാരണം ഏകദേശം ഒരു 1.5 മണിക്കൂർ അടുപ്പിച്ച് തന്നെ വാദങ്ങളുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടാണ്, 2.5 മണിക്ക് ശേഷമാണ് കേസ് വിളിച്ചത്. ഏകദേശം 1.5 മണിക്കൂർ അടുപ്പിച്ച് തന്നെ വാദം ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു വാദം തന്നെയാണ്. അപ്പം അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസർ ഹയർസിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് പറഞ്ഞത് ഇതാണ്: ബഡ്സ് ആക്ട് 2019 പ്രകാരം ഇംപ്ലീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കക്ഷി ചേരൽ എന്ന് പറഞ്ഞ കാര്യം ഒരിടത്തും ബഡ്സ് ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വാദങ്ങളും കേട്ടു. അപ്പോൾ ഇപ്പോൾ ബാക്കി ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജനുവരി 8-നാണ്, 8-ാം തീയതി എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചത്തേക്കാണ്, വെനസ്ഡേയിലത്തേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ബാക്കി ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഹയർ അസോസിയേറ്റ്സ് ഇരിക്കുന്ന മെമ്പേഴ്സിന് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇംപ്ലീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കക്ഷി ചേരൽ അതിന് ഒരു സൊല്യൂഷനിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതാണ് ഇന്നത്തെ കേസ് അപ്ഡേറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ കേസ് വരുന്നത് 8 ജനുവരിയിലെത്തേക്കാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപത്തെ വീഡിയോ സെഷൻ്റെ താഴേക്ക് ധാരാളം കമൻറ്റുകൾ വന്നിരുന്നു. പോസിറ്റീവ് കമൻസും ഉണ്ട്, നെഗറ്റീവ് കമൻസും ഉണ്ട്, അതുപോലെ വിഷമങ്ങൾ നിറഞ്ഞ കമൻസും ഉണ്ട്. മനസ്സിലാക്കുന്നുണ്ട് ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് വളരെ സ്ട്രഗ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് അറിയാം, മനസ്സിലാകുന്നുണ്ട് കമൻറ്റുകൾ വായിക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് 1-2 കമൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളും വായിക്കാനിടയായി. അപ്പോൾ ആ ഒരു 1-2 കമൻറ്റുകളെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ സെഷനിൽ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ചോണൻ ഷോപ്പി മാനേജ്മെൻറ്റ് ഇത് നീട്ടിക്കൊണ്ട് പോകുന്നു, ഈ കേസ് നീട്ടിക്കൊണ്ട് പോവുകയാണെന്നുള്ള കമൻറ്റ്. അത് എനിക്ക് എന്ത് ലോജിക്കുന്ന എത്ര ആലോചനയും പിടികിട്ടുന്നില്ല. ഇവിടെ സുഹൃത്തെ, കോമ്പറ്റൻ്റ് അതോറിറ്റി കൊടുത്ത പ്ലീ അല്ലെങ്കിൽ പ്രെയർ പ്രകാരമാണ് ഈ കക്ഷി ചേർക്കൽ അതുമായിട്ടുള്ള ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 സിറ്റിംഗ് ആയിട്ട് നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കോമ്പറ്റൻ്റ് അതോറിറ്റിയാണ് കക്ഷി ചേർക്കണം എന്നുള്ള പ്ലീ അല്ലെങ്കിൽ ആ ഡയറക്ഷൻ കൊണ്ടുവന്നത്. ഹയർ ചോണൻ ഷോപ്പിയുടെയും കൂടെ പേര് റെസ്പോണ്ടൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത്, അല്ലാതെ ഹൈറിച്ച് മാനേജ്മെൻറ്റ് അല്ല. അപ്പം നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. കാരണം ഇവിടെ പലരും വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസിലാണ്. അപ്പോൾ അതിനിടയിൽ വന്ന് മിസ്ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഇവിടെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. പറഞ്ഞാലും നിങ്ങളിടും. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ലോജിക്കൽ ടോക്സ് എന്ന് പറഞ്ഞ ചാനൽ ഹയർ ചോണൻ അല്ലെങ്കിൽ ഹൈറിച്ച് മാനേജ്മെൻറ്റിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള ചാനലാണോ? അതിന് വേണ്ടിയല്ല ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സുഹൃത്തെ, എനിക്ക് അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള ജോലിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ മാക്സിമം എൻ്റെ ഏർണിങ്സ് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളപൂശുണ്ട്. ഞാൻ ഈ ചാനലിൽ ഇവിടെ വെള്ളപൂശാനല്ലല്ലോ. ഇപ്പം നിങ്ങളത് ആ മുൻപത്തെ വീഡിയോ സെഷനിൽ കാണാത്തതിൻ്റെ ഇതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആർക്കോ വേണ്ടി നിങ്ങൾ വന്ന് എനിക്ക് തിരിച്ച് ആ കമൻറ്റ് പറയേണ്ടി വരും. ആർക്കോ വേണ്ടി നിങ്ങൾ ആ കമൻറ്റ് രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന
ഹൈർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഹൈർസുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള മെമ്പേഴ്സിന്, ആ ന്യൂസ് കേൾക്കാൻ താല്പര്യമുള്ള മെമ്പേഴ്സിന് കോർട്ടിൽ നടക്കുന്ന കഴിയുന്നത്രയും അതാ ദിവസങ്ങളിൽ നടക്കുന്ന കോർട്ട് പ്രൊസീഡിങ്സ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പം അതും ക്ലാരിഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കമൻറ്റ് രേഖപ്പെടുത്തിയ സുഹൃത്തുക്കൾക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല എന്തായാലും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സെഷനിൽ വന്നത്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഹൈർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എപ്പോഴും പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, സത്യമേവ ചെയ്തേ, സത്യം തന്നെ ജയിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.